ISROയുടെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹം GSAT-20 വിക്ഷേപണം വിജയകരമായി എന്നറിയുന്നു. ഈ രാത്രി 12:01 ഫ്ലോറിഡയിലെ കേപ്പ് കനാവറലിൽ നിന്ന് വിക്ഷേപണം നടന്നു. വിക്ഷേപണം പൂർണ്ണ വിജയമായെന്നാണ് അറിയുന്നത്. ചെന്നൈയിൽ നിന്നും മുഹമ്മദ് റഹീസ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് റഹീസ്. ടെലിഫോണിലാണ് റഹീസ് ഉള്ളത്. പറയൂ വിശദാംശങ്ങൾ. SKN ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ISROയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ്. ISROയുടെ വിജയകിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തിയിരിക്കുകയാണ്. ISROയുടെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20യുടെ വിക്ഷേപണമാണ് വിജയകരമായി പൂർത്തിയായിരിക്കുന്നത്. നമ്മുടെ ഇലോൺ മസ്കിന്റെ ഒക്കെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് GSAT-20 വിക്ഷേപിച്ചത്. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിലുള്ള സ്പേസ് കോംപ്ലക്സിൽ ചൊവ്വാഴ്ച പുലർച്ചെ 12:01 കൂടിയായിരുന്നു വിക്ഷേപണം. ഏതാണ്ട് 34 മിനിറ്റുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഉപഗ്രഹം വേർപെട്ട് ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ISRO ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഈ ഉപഗ്രഹത്തിന്റെ ഭാരം 4700 കിലോമീറ്റർ ആണ്. ISROയുടെ ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ വാഹനമായ LVM-3യുടെ പരമാവധി വാഹക ശേഷിയേക്കാൾ കൂടുതലാണ് ഈ ഭാരം. അതുകൊണ്ട് തന്നെയാണ് സ്പേസ് എക്സിന്റെ ഒരു സഹായം തേടിയത്. എന്തായാലും ഈ ഉപഗ്രഹം ഉൾനാടുകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലുമൊക്കെ അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്നതിന് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ അതിവേഗ കണക്ടിവിറ്റി, ഒപ്പം തന്നെ വിമാനങ്ങളിലെ ഇന്റർനെറ്റ് സേവനം എന്നിവ ഒരുക്കുന്നതിനൊക്കെ ഒരു നിർണായക ഘടകമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്തായാലും അഭിമാനിക്കാം, SKN നമ്മുടെ ഒരു ദൗത്യം കൂടി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. താങ്ക് യു മുഹമ്മദ് റഹീസ്.